ആദ്യടോ ഒരു പുഴയുടെ അങ്ങേ സൈഡ് കർണാടകയും ഇങ്ങേ സൈഡ് കേരളവും. നമസ്കാരം സുഹൃത്തുക്കളെ, ജുബൈർ പപ്പാണ്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിൽ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നോക്കൂ, നിങ്ങൾ നമ്മുടെ സർക്കാരിന്റെ പദ്ധതികളിൽപ്പെട്ട ജലവൈദ്യുതി പദ്ധതിക്ക് സമീപത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ബാരാപ്പോൾ ജലവൈദ്യുതി പദ്ധതി. നോക്കൂ നിങ്ങൾ, എന്താല്ലേ ഒരു അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് നോക്കൂ. അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഈ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി നോക്കൂ നിങ്ങൾ, നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം. ഇതിന് സമീപത്തെ നമ്മുടെ കെയർ ഓഫിൽ, അതായത് 200 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ജുബൈർ ബാപ്പന്റെ കെയർ ഓഫിൽ ഒരു 4 ഏക്കർ ഭൂമി, അതോടൊപ്പം തൊട്ട് സമീപത്ത് 3.25 ഏക്കർ, അങ്ങനെ 7.25 ഏക്കർ ലാൻഡ് വിൽപ്പനക്കായി വന്നതാണ്. ഈ 7.25 ഏക്കർ മൊത്തത്തിലെ ഉടമ ചോദിക്കുന്ന വില അധികമൊന്നുമില്ല, 3 CR ആണ്, അതായത് 3 കോടി, 3 crore. അപ്പം ആവശ്യക്കാർക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 95 62 746 717, 95 62 746 719. ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ കേട്ടോളൂ. ഇതാ ഈ കാണുന്ന മുതൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താ ഇല്ലാത്തത് എന്നാണ് ഞാൻ ചോദിച്ചത് നമ്മുടെ ഇതിൻ്റെ ഓണറോട്. കാരണം 4 ഏക്കർ ലാൻഡ്, അതും സ്റ്റേറ്റ് ഹൈവേ വക്കിന്, മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്, മലയോര ഹൈവേ വക്കിനാണ് ഈ ഒരു ലാൻഡ് ഉള്ളത്. 150 മീറ്റർ റോഡ് ഫ്രണ്ടേജ്. ഇതിനകത്തുള്ള വരുമാനങ്ങളെ പറ്റി പറയുന്നത് ഏകദേശം 12-ന്റെയും 15-ന്റെയും അടുക്ക്, അത് ലക്ഷങ്ങൾ കേട്ടോ, 10-ന്റെയും 15-ന്റെയും ഇടയിൽ കൂട്ടിക്കോളെ, 10 ലക്ഷത്തിൽ കുറയാതെ. എന്നാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക്, അതായത് ഈ കാണുന്ന കശുമാവ്, റബ്ബർ, തെങ്ങ്, ഇതിനൊക്കെ എത്ര കണ്ട് വില കൂടുന്നുവോ അതിനനുസരിച്ച് വരുമാനം കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ഇടം. 4 ഏക്കർ ലാൻഡാണ്. റോഡ് ഫ്രണ്ടേജ് 150 മീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് പുഴയാണ്. ആ പുഴയുടെ ബാക്ക് സൈഡ് നോക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 180 മീറ്ററിൻ്റെ അടുത്ത് പുഴയുണ്ട്. അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാനുള്ള നല്ലൊരു വീട്, അതോടൊപ്പം തെങ്ങുണ്ട്, കശുമാവുണ്ട്, അതുപോലെ മാവുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ പല വക, അതുപോലെ കുരുമുളകുണ്ട്. ഇതിനകത്ത് ഇല്ലാത്തതില്ല, പുളിയുണ്ട്, പിന്നെ അങ്ങനെ എന്താ അതിലില്ലാതെ എല്ലാം നിങ്ങൾ ഈ കാണുന്നത് കണ്ട് നിങ്ങൾ. അതുപോലെ ജാതിയുണ്ട്, പല വക വരുമാനങ്ങളുള്ള ഒരു 4 ഏക്കർ ലാൻഡ്. ഈ ഒരു ഭൂമിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ ഒരു ഭൂമിയുടെ പുഴയുടെ അങ്ങേ സൈഡുണ്ടല്ലോ, മറു സൈഡ്, അത് നമ്മുടെ കർണാടകയാണ്. അതാ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുഴയുടെ ആ കാണുന്ന ആ മരങ്ങളൊക്കെ നിൽക്കുന്നത് കർണാടകയിലും, ജുബൈർ ബാബു നിന്ന് സംസാരിക്കുന്നത് കേരളത്തിലുമാണ്. എന്തത്? ആദ്യടോ ഒരു പുഴയുടെ അങ്ങേ സൈഡ് കർണാടകയും ഇങ്ങേ സൈഡ് കേരളവും. അപ്പൊ ഈ കേരളത്തിലുള്ള നമ്മുടെ കണ്ണൂരിലുള്ള അയ്യങ്കുന്ന് പഞ്ചായത്തിലുള്ള ഈ ഒരു ഭൂമി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെറിയ വിലക്ക് നിങ്ങൾക്ക് തരാം. ചെറിയ വിലക്കാണ് നിങ്ങൾക്ക് തരുന്നത്. എത്രയാണെന്നറിയോ? ഒരു സെന്റിന് നമ്മുടെ ഈ ലാൻഡ് ഓണർ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില 53,000 രൂപയാണ്. മനസ്സിലാവുണ്ടോ? ഒരു സെന്റിന് 53,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല സമചതുര പ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന നരന്ന സൈറ്റ്, ഒരു ചെരുവോ കുന്നോ മലയോ ഒന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ 4 ഏക്കർ ലാൻഡ്. അതിലെന്തല്ലെന്നറിയോ? നിങ്ങൾക്ക് താമസിക്കാനുള്ള 1500 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു ടെറസ് വീടുണ്ട്, അതോടൊപ്പം പറ്റാത്ത കിണറുണ്ട്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ പൈസ കിട്ടണമെങ്കിൽ നമ്മൾ റബ്ബർ കൃഷിയുണ്ട്. ഏകദേശം 300-350 റബ്ബർ ഈ 4 ഏക്കറിലുണ്ട്. മനസ്സിലാവുണ്ടോ? സാധാ മാവുണ്ട്, ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്താണ് ഈ വർഷം മാത്രം ലീസിന് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഏകദേശം 65 തെങ്ങുണ്ട്. ഇനി നമുക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ നാച്ചുറൽ വെള്ളത്തിൽ, സ്വിമ്മിംഗ് പൂളിൽ പോലെ നമുക്ക് കുളിക്കണം, ഒന്ന് ചാടി കുളിച്ചിങ്ങോട്ട് പോരാ. മനസ്സിലാവുണ്ടോ? ചാടി കുളിക്കണമെങ്കിൽ, നീന്തി കുളിക്കണം, ഒരു സ്വിമ്മിംഗ് പൂളിന്റെ ആവശ്യം എന്തില്ല, വീട്ടിലെ ആവശ്യമില്ല, നാച്ചുറൽ ആയിട്ട് നമുക്ക് കുളിക്കാനും പറ്റുന്ന, അങ്ങനെ കുളിക്കാനും പിന്നെ കുടിക്കാനും അതുപോലെ നനയ്ക്കാനും. മനസ്സിലാവുണ്ടോ? നമുക്ക് തെങ്ങെല്ലാം ഇനി നനക്കണം എന്നുണ്ടെങ്കിൽ തെങ്ങ് നനക്കാനുള്ള മൊത്തത്തിൽ ഇത് പൈപ്പ് ലൈൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? ഈ 4 ഏക്കർ ലാൻഡിലും കൃഷികൾക്ക് അത് നനയ്ക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാ നിലക്കും നിങ്ങൾക്ക് ജീവിക്കാനും ജീവിതമാർഗം കണ്ടെത്താനും വരുമാനം കണ്ടെത്താനും പറ്റുന്ന നല്ലൊരു ഭൂമി. നിങ്ങൾ ഹർഷോ എന്താ അർത്ഥാണ്? നല്ല അർത്ഥം. എന്ത് തോന്നുന്നു ഈ ഭൂമി കണ്ടിട്ട്? അടിപൊളി, നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാം അല്ലേ? അടിപൊളിയാണ്. പിന്നെ ഇവിടെ എന്തെല്ലാം കൊണ്ടുവരാൻ പറ്റും ഹർഷുവിന്റെ കാഴ്ചപ്പാട്? നമുക്ക് ഇപ്പൊ ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസോർട്ടിന് പറ്റിയ ഏരിയയാണ്. കറക്റ്റ് പോയി കാര്യങ്ങളും, പിന്നെ ഇത്ര ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് വെള്ളം കയറില്ല. നമ്മള് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് എത്രയും പൊക്കി നമുക്ക് റിസോർട്ട് പണിയാം. അടിപൊളി വ്യൂ ആക്കണം. എന്താ വെച്ചാൽ മോർണിംഗ് ഒക്കെ ഇപ്പൊ നമ്മൾ കണ്ടില്ല, മോർണിംഗിന്റെ ആ വൈബ് ഞങ്ങള് എടുത്തിട്ടുണ്ട്, അതെ, ആസ്വദിച്ചു. അപ്പൊ നിങ്ങളും കണ്ടോളൂ, ഇതാണ് വൈബ്. അപ്പോ എല്ലാ നിലക്കും അല്ലെ ഒരു ഗ്രാമാന്തരീക്ഷത്തില് ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇതാ തൊട്ടടുത്തുള്ള റിസോർട്ടുകളാണിത്. ഇതുപോലെ റിസോർട്ട് പണിയാനും പറ്റൂട്ടോ.
അതുപോലെ മാങ്ങ, മാവ്, അതുകൊണ്ട് ഏകദേശം അത് ഇവർക്ക് ആവശ്യങ്ങൾ കഴിഞ്ഞ് ലീസിന് കൊടുത്തിരിക്കുക. 1 ലക്ഷം രൂപ ലീസിന് കൊടുത്തിരിക്കുന്നുണ്ട് ഒരു വർഷത്തിൽ, മാങ്ങയിൽ നിന്ന് മാത്രം, മൂച്ചിയിൽ നിന്ന് മാത്രം കിട്ടുന്നത്. അതോടൊപ്പം റബ്ബറിൽ നിന്നും ഏകദേശം ഒരു 7-8 ലക്ഷം രൂപ ഉണ്ട് റബ്ബറിൽ നിന്നും ഒരു വാർഷിക വരുമാനം കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. പിന്നെ നല്ലൊരു വീട് അല്ലേ, അടിപൊളി വീട് തന്നെ ഉണ്ട്. 3 ബെഡ്റൂം അങ്ങനെ ഒരു സൂപ്പർ വീട്, ടെറസിന്റെ വീട്. അടുത്ത ഫോട്ടോ നോക്കാണ്ടി പോകുന്നതാണ്. അപ്പൊ അപ്പുക്ക ഇത് എങ്ങനെയാണ് കറക്റ്റ് പറഞ്ഞു കൊടുക്കി? 3.25 ഏക്കർ ഭൂമിയാണ്. ഇതിന് ഉടമ ചോദിക്കുന്ന വില 22 ലക്ഷം രൂപ ഒരു ഏക്കർക്ക്. ഒരു കോലം പോലെ കിട്ടും. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ റബ്ബറിന്റെ തൊട്ട് നിൽക്കാനുള്ള കാരണം നോക്കൂ നിങ്ങൾ, നല്ല ഇനം 430 ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങൾ, അതോടൊപ്പം 105 ഇനത്തിൽപ്പെട്ടതുമായ 430, 105 ഇനത്തിൽപ്പെട്ട സൂപ്പർ റബ്ബർ മരമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പൊ ഇത് ഭൂമി കണക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. 3.25 ഏക്കർ ഭൂമിയുണ്ട്. ഭൂമിക്ക് ഉടമ ഒരു സെന്റിന് ചോദിക്കുന്ന വില എത്ര അറിയോ? 22,000 രൂപ മാത്രം. 22,000 രൂപ തോതില് ഇന്നത്തെ ഒരു സാഹചര്യത്തില് ടാറിംഗ് റോഡ് ഫ്രണ്ടേജിൽ എവിടെ കിട്ടാൻ ആ ഭൂമി? എല്ലാ വാഹനം എത്തുന്ന തൊട്ടടുത്ത് വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയില് ആവശ്യത്തിന് വെള്ളം, വഴി, അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന 3.25 ഏക്കർ ഭൂമി. ഇതിനെ ഉടമ ചോദിക്കുന്ന വില ഞാൻ പറഞ്ഞല്ലോ 22,000 രൂപയാണ്. നിങ്ങൾക്ക് ഇത്രയും ചെറിയ വിലക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റബ്ബർ തോട്ടം കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അപ്പൊ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ 3.25 ഏക്കർക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതായത് 100 മീറ്റർ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ്, കണ്ടോ നിങ്ങൾ. അതും എല്ലാ വാഹനവും എത്തുന്ന ഏകദേശം ഒരു 10-16 അടി വീതിയുള്ള 3.25 ഏക്കറാണ്. ഇത് കൂടാതെ ഏകദേശം 6ഓളം മൂച്ചികളുണ്ട്. ഈ മൂച്ചിയിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനമുണ്ട്. ഏകദേശം ഒരു വാർഷിക വരുമാനം എന്നുള്ളത് ഒരു 30,000-40,000 രൂപ മൂച്ചിയിൽ നിന്ന് മാങ്ങ വിറ്റിട്ട് വരുമാനം കിട്ടുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇത് കണ്ണൂർ ജില്ലയിലാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിലാണ് ഈ ഒരു ലാൻഡ് ഉള്ളത്. അപ്പൊ ഈ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ നമ്മുടെ ഇരിട്ടി വില്ലേജില്, അയ്യങ്കുന്ന് പഞ്ചായത്തില് നിങ്ങൾക്ക് ഒരു ഭൂമി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ, ചെറിയ വിലക്ക് ഭൂമി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ എന്റെ നമ്പറിൽ വിളിച്ചോളാം. വിളിക്കാൻ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 9562 746 717, 9562 746 719. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.